കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചു. ചെക്കുകൾ ബാങ്കുകൾ സ്വീകരിക്കുന്നില്ല. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ ആരോപിച്ചു. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, എന്ത് കാരണം പറഞ്ഞാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുന്നത്? നികേഷ്, കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്നലത്തെ വിധിക്ക് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ്. പ്രധാനമായും കോൺഗ്രസിന് 4 അക്കൗണ്ടുകൾ, അത് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും അടക്കം 4 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നാണ് ഇപ്പോൾ അജയ് മാക്കൻ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ചെക്കുകൾ ഉൾപ്പെടെ ബാങ്കുകൾ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. അതിന് പിന്നാലെ ഇന്നലെയാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വിവരം കോൺഗ്രസിന് ലഭിക്കുന്നത്. ആദായ നികുതി വകുപ്പ്, അതായത് യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം കോൺഗ്രസിന്റെയും 210 കോടി രൂപ കണ്ടുകെട്ടുമെന്ന് അറിയിച്ചതായും ഇതിൽ അജയ് മാക്കൻ ആരോപിക്കുന്നു. എന്താണെങ്കിലും വലിയ ഗുരുതരമായ ആരോപണം, പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നത് എന്ന് പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിലവിൽ അതായത് കോൺഗ്രസ് ഇപ്പോൾ ഈ ക്രൗഡ് ഫണ്ടിംഗ് മുഖേനയാണ് ഫണ്ട് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് UPI കോഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഫണ്ട് ശേഖരിക്കുന്ന സമയം കൂടിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഫ്രീസിംഗ് വന്നിരിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും കോൺഗ്രസ് ഇതൊരു പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നടത്തുന്ന നടപടിയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ നടപടി ആദായ നികുതി വകുപ്പ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അത്തരത്തിൽ ഇൻകം ടാക്സിന്റെ എല്ലാ വിവരങ്ങളും കൈമാറുകയും ചെയ്യുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്നൊരു സംഭവം ഉണ്ടാവുകയും ഇത്തരത്തിൽ ബാങ്കുകൾ അക്കൗണ്ടുകൾ മുഴുവൻ ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ഉൾപ്പെടെ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പോകുമ്പോൾ സാമ്പത്തികമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട്. അതിനെല്ലാം തടയിടുക എന്ന ലക്ഷ്യം കൂടി ഈ ഇപ്പോഴത്തെ നടപടിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ട് എന്ന ആരോപണം കൂടി എന്താണെങ്കിലും നിലവിൽ ഇതിൽ കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. എന്താണെങ്കിലും പ്രധാനമായും ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തത് എന്നാണ് നമുക്ക് അജയ് മാക്കൻ നൽകുന്ന വിശദീകരണം. എന്താണെങ്കിലും ഇത് ബാക്കി നടപടികൾ കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. പ്രധാനമായും ആദായ നികുതി വകുപ്പ് 210 കോടിയുടെ റിക്കവറി ആവശ്യപ്പെട്ടു എന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും മെമ്പർഷിപ്പിലൂടെയും സമാഹരിച്ച പണം ഉൾപ്പെടെ ഈ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. വൈദ്യുതി ബില്ലടയ്ക്കാനും ജീവനക്കാർക്ക് ശമ്പളം നൽകാനും പണമില്ലാത്ത സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസിൽ ഉള്ളത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. ന്യായയാത്ര മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും നിലവിലത്തെ ഈ ഫ്രീസിംഗ് ബാധിക്കും എന്നുകൂടി അജയ് മാക്കൻ പറയുകയാണ്. എന്താണെങ്കിലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ ഇപ്പോൾ മരവിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിധിക്ക് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായത് എന്ന ആരോപണം കൂടി കോൺഗ്രസ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. നോക്കൂ നോബൽ, 210 കോടി രൂപയുടെ നികുതി അടയ്ക്കാനുണ്ട് എന്നും ആ നികുതി അടച്ചാൽ മാത്രമാണ് അക്കൗണ്ട് പുനരുജ്ജീവിപ്പിക്കുക എന്നുമാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തങ്ങളോട് ഇന്നലെയാണ് ഇക്കാര്യം പറഞ്ഞത് എന്നും പറയുന്നു. അജയ് മാക്കൻ്റെ വിശദീകരണം നമുക്ക് അക്കാര്യത്തിൽ ലഭ്യമാണോ? നികേഷ്, അങ്ങനെ തന്നെയായി. അതായത് അജയ് മാക്കൻ വ്യക്തമാക്കുന്നത് ഇന്നലെയാണ് ഈ ബാങ്ക് ഫ്രീസിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നത്. പ്രത്യേകിച്ച് ഈ ചെക്കുകൾ ഉൾപ്പെടെ മാറാതെ വന്നപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇക്കാര്യങ്ങൾ അറിയുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രധാനമായും നടപടി ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 210 കോടി രൂപയുടെ റിക്കവറി ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്ത് അത്ര തുക അടയ്ക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, പല സംസ്ഥാനങ്ങളും കോൺഗ്രസിന് അധികാരമില്ലാത്ത അല്ലെങ്കിൽ കേന്ദ്രത്തിൽ പോലും അധികാരമില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടി കടന്നു പോകുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി ഈ ക്രൗഡ് ഫണ്ടിംഗ് ഉൾപ്പെടെ മുന്നോട്ട് വെക്കുകയും ചെയ്തത് എന്ന് നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ആ സമാഹരിച്ച പണം ഉൾപ്പെടെ അക്കൗണ്ടിൽ എത്തുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിലൊരു നടപടി, പെട്ടെന്നൊരു ഫ്രീസിംഗ് വന്നതോടെ തന്നെ പാർട്ടിയുടെ മൊത്തം പ്രവർത്തനത്തെയും താളം തെറ്റിച്ചു എന്നതാണ് ഇതിൽ അജയ് മാക്കൻ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ബാക്കി നടപടികൾ കോൺഗ്രസ് ഇതിൽ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഏത് തരത്തിലായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് അദ്ദേഹം വ്യക്തമാക്കിയില്ല. പക്ഷേ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇത് വകുപ്പിനും കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി എന്ന നിലയിൽ അതിൻ്റെതായ രേഖകൾ ഉൾപ്പെടെ കൈമാറിക്കൊണ്ടാണ് ഈ സാമ്പത്തിക ഇടപാട്, പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും അജയ് മാക്കൻ വിശദീകരിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടികളിലേക്ക് എത്രയും വേഗം ഈ ഫ്രീസിംഗ് മാറ്റുന്ന നടപടികളിലേക്കാണ് കോൺഗ്രസ് ഉള്ളത് എന്നറിയുന്നു. കാരണം അത് മാറ്റിയാൽ മാത്രമാണ് പാർട്ടിക്ക് മുന്നോട്ട്, പ്രത്യേകിച്ച് AICC ആസ്ഥാനത്ത് ശമ്പളം പോലും കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നാണ് അജയ് മാക്കൻ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളിലേക്കാണ്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഈ സമയത്ത് ഈ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത സമയമാണ് ഇതിൽ പ്രധാനമായും വിമർശനമായി അജയ് മാക്കൻ ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് ആദായ നികുതി വകുപ്പ് പോയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിൽ ഉണ്ട് എന്നുകൂടി അവർ ആരോപിക്കുന്നു. എന്താണെങ്കിലും തുടർ നടപടികൾ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.
ആദായനികുതി വകുപ്പ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആദായനികുതി വകുപ്പിന്റെ നീക്കം. ജനാധിപത്യ സംവിധാനത്തിന് കനത്ത തിരിച്ചടി എന്നാണ് അജയ് മാക്കൻ പ്രതികരിച്ചിട്ടുള്ളത്. ആദായനികുതി വകുപ്പ് ആവശ്യപ്പെടുന്നത് 210 കോടി രൂപയാണ്. 210 കോടി രൂപ നൽകിയാൽ മാത്രമാണ് അക്കൗണ്ടുകൾ പുനരുജ്ജീവിപ്പിക്കുക എന്നാണ് ആദായനികുതി വകുപ്പ് പറയുന്നത്. കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് തടയുകയാണ് ലക്ഷ്യം എന്നുള്ളതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദം. എന്നാലും ഈ വാർത്തയുടെയും വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം കടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് കോൺഗ്രസിന്റെ പ്രതികരണം, എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ നേരിടാൻ ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്.